മലപ്പുറം തിരൂരങ്ങാടി ചെമ്മാട് വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ കരയുന്നതിനിടെ ശ്വാസം നിലച്ച കുട്ടിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ച ജീവനക്കാരൻ. താനൂർ സ്വദേശി വൈപി ഷാജഹാൻ എന്ന ഷാജുമോനാണ് 2.5 വയസ്സുകാരന് പുതുജന്മം നൽകിയത്. കഴിഞ്ഞ ദിവസം ചെമ്മാട് ടൗണിലെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലാണ് ആളുകളെ മുൾമുനയിൽ നിർത്തിയ സംഭവമുണ്ടായത്. വസ്ത്രമെടുക്കാൻ കുടുംബത്തിനൊപ്പം എത്തിയ 2.5 വയസ്സുകാരനാണ് കരയുന്നതിനിടെ ശ്വാസം നിലച്ചത്. ഇതോടെ കുട്ടി അബോധാവസ്ഥയിലാവുകയും ചെയ്തു. പൊതുവേ നമ്മൾ വീട്ടിലൊക്കെ കാണുന്നതാണ്. കുട്ടികൾക്ക് ശ്വാസം പോയി കഴിഞ്ഞാൽ കുറച്ചൊന്ന് തട്ടി കഴിഞ്ഞാൽ പുറത്ത് തട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് കുടഞ്ഞു കഴിഞ്ഞാലൊക്കെ ശ്വാസം വരേണ്ടതാണ്. പക്ഷെ ഇത് അങ്ങനെ സംഭവിച്ചിട്ടും വന്നിട്ടില്ല. അപ്പോൾ കുട്ടി ആകെ കണ്ണൊക്കെ ഇങ്ങനെ ആയിട്ട് തളർന്നു പോയി. സംഭവം അറിഞ്ഞെത്തിയ സ്ഥാപനത്തിലെ ഫ്ലോർ മാനേജറായ താനൂർ സ്വദേശി ഷാജുമോൻ എന്ന ഷാജഹാൻ ഉടൻ തന്നെ കുട്ടിയെ സമീപത്തെ കൗണ്ടറിൽ കിടത്തുകയും കൃത്രിമ ശ്വാസവും CPR-ഉം നൽകുകയായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ തീർച്ചയായിട്ടും അങ്ങോട്ട് എത്തൂല. അത്രയും ടയേർഡായിട്ട് കുട്ടി ശ്വാസം പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായാലും ആകെ പ്രശ്നമാവും. അതുകൊണ്ട് പെട്ടെന്ന് അന്നേരം എന്തോ തോന്നി നമ്മളെ കൗണ്ടറിൽ കിടത്തിയിട്ട് കുട്ടിക്ക് ശ്വാസം കൊടുത്തു. മൂക്കിലും വായിലൂടെ ശ്വാസം കൊടുത്ത് കുറച്ചിങ്ങനെ ശ്വാസം കൊടുത്ത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ച് ഉള്ളിൽ നിന്നൊരു ഞെരുക്കം വന്നു. ആ ഞെരുക്കം വന്നപ്പോഴാണ് നമുക്കൊരു പ്രതീക്ഷ വന്നത്. ഇതിനുള്ളിൽ ആൾ ശ്വാസം കിട്ടുമെന്നുള്ള പ്രതീക്ഷ വന്നപ്പോൾ ഒന്നും കൂടെ ശരിക്കും കൊടുത്തപ്പോൾ കുട്ടി ചെറുതായിട്ടൊന്ന് കരഞ്ഞു. സമീപത്തുണ്ടായിരുന്നവരും ബന്ധുക്കളും എന്തു ചെയ്യുമെന്നറിയാതെ പകച്ചു നിന്നപ്പോഴാണ് ഷാജുമോന്റെ അവസരോചിത ഇടപെടൽ. ആ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് ആളുകൾ, നമ്മുടെ സ്റ്റാഫും പേരൻസും മറ്റ് പർച്ചേസിങ് വന്ന ആളുകളും വളരെ പേടിച്ച് നിൽക്കുന്ന ഒരവസരത്തിൽ സധൈര്യം മുന്നോട്ട് വന്ന് ഷാജുമോൻ മുമ്പ് ഒരു ക്ലാസ്സിൽ പങ്കെടുത്തതിൻ്റെ ഫലമായിട്ട് CPR എന്താണെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ അവസരോചിതമായിട്ട് ഷാജഹാൻ അതിലിടപെടുകയും ആ കുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. സുഹൃത്തിന്റെ യോഗ പരിശീലനവും സഹപ്രവർത്തകൻ നൽകിയ CPR പരിശീലനവുമാണ് തനിക്കിതിന് ധൈര്യം നൽകിയതെന്ന് ഷാജുമോൻ പറയുന്നു. താനൂർ എടക്കടപ്പുറം സ്വദേശിയാണ് ഷാജുമോൻ. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതോടെ നിരവധി പേരാണ് ഷാജുമോന് അഭിനന്ദനങ്ങളുമായി രംഗത്തു വരുന്നത്. മീഡിയ 1 തിരൂർ.